മൈ ഡിയർ സോൾസ്, നമുക്കിന്ന് ഒരു ചെറിയ റീഡിംഗ് ആണ് എടുക്കുന്നത്. ലവർ ഒറാക്കിൾ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷനാണ് നോക്കുന്നത്. എന്താണ് ആൾക്ക് പറയാനുള്ളതെന്നും കൂടി നമുക്കിതിൽ നിന്ന് കിട്ടും. നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നു, വിൽ യു ലീവ് മീ ലൈക്ക് ദ അതേഴ്സ്. മറ്റുള്ളവരെ പോലെ നീയും എന്നെ ഉപേക്ഷിക്കുമോ അല്ലെങ്കിൽ വിട്ടുപോകുമോ എന്ന ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് കാർഡ്, ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. മദ്യവും മരുന്നും, അത് രണ്ടിലുമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് രണ്ടിനെയും ആശ്രയിച്ചാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്, ദ ഹീറ്റ് ബിറ്റ്വീൻ അസ് ഈസ് ഇൻറ്റൻസ് എന്ന് പറയുന്നു. നമ്മളുടെ ഇടയിലുള്ള ചൂട് അത് വളരെ രൂക്ഷമാണ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമാണ് രൂക്ഷം, അതിനെയാണ് ഇവിടെ ചൂടെന്ന് പറയുന്നത്. അടുത്ത കാർഡ് വന്നിരിക്കുന്നു, ഐ ആം ദ മാൻ. ഞാനൊരു മനുഷ്യനാണ്. എനിക്ക് ഇതുപോലെയുള്ള എല്ലാ വിചാരങ്ങളും ഉണ്ടാകും. അവിടെ നിങ്ങൾ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയ ഒരു സപ്രഷൻ, ഒരു ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട്, ഇതൊക്കെ വന്നിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തി ഭയപ്പെടുന്നു അല്ലെങ്കിൽ ചോദിക്കുന്നു, വിൽ യു ലീവ് മീ ലൈക്ക് ദ അതേഴ്സ്. മറ്റുള്ളവരെ പോലെ നീയും എന്നെ വിട്ടുകളയുമോ എന്ന് ചോദിക്കുന്നു. നിങ്ങളോടാണ് ചോദ്യം, നിങ്ങളതിന് ആൻസർ കൊടുക്കൂ. ഡ്രഗ്സ്, ആൽക്കഹോൾ, അയാളിപ്പോൾ ജീവിക്കുന്നത് നിങ്ങൾ പിന്നെ ഹി ഓർ ഷീ ആരായാലും ഓക്കെ, മരുന്നിലും മദ്യത്തിലും ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയുന്നു. ദ ഹീറ്റ് ബിറ്റ്വീൻ അസ് ഈസ്, നമ്മളുടെ തമ്മിലുള്ള പ്രശ്നം വളരെ ഇൻറ്റൻസീവായിട്ടുള്ള വലിയ വിഷയങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അത് മാറ്റിയെടുക്കൂ. ഐ ആം ദ മാൻ. ഞാനും ഒരു മനുഷ്യനാണ്. ഇത് തന്നെ നിങ്ങൾക്കും പറയാം, ഐ ആം ദ മാൻ, വുമൻ അല്ലേ, മാൻ എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം. അപ്പം നമ്മളുടെ ഇടയിലുള്ള ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കൂ, പരിഹരിക്കൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ പിണ്ടാതെയും പറയാതെയും സപ്രഷനായിട്ട് രണ്ടുപേരുടെ കാര്യവുമാണ് പറയുന്നത്, ഒരാളുടെ മാത്രമല്ല, രണ്ടുപേരുടെയും കേട്ടോ. നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യൂ, സോൾവ് ചെയ്യൂ, എല്ലാം ഈശ്വരന് വിട്ടുകൊടുക്കൂ. അദ്ദേഹം അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യും എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.